ഹലോ ഫ്രണ്ട്സ്, മനുഷ്യന്റെ ചില ചെറിയ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ചെറുതാണെന്ന് കരുതി ഇവയെ അങ്ങനെ കുറച്ച് കാണേണ്ട. നിത്യജീവിതത്തിൽ പലപ്പോഴായി നമുക്കിവ പ്രയോജനപ്പെടാറുമുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഞങ്ങളുടെ ഈ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമ്പർ 1, സൂചി. ലോകത്തിലെ ആദ്യത്തെ സൂചി കണ്ടുപിടിക്കുന്നത് 60,000 വർഷങ്ങൾക്ക് മുമ്പാണ്. ആ സമയത്ത് മൃഗങ്ങളുടെയും മറ്റും എല്ലായിരുന്നു സൂചിയായി ഉപയോഗിച്ചിരുന്നത്. സൂചിയുടെ കണ്ടുപിടുത്തം ചരിത്രത്തിലുണ്ടാക്കിയ മാറ്റം കുറച്ചൊന്നുമല്ല. കാർബൺ സ്റ്റീലും നിക്കലും ഉപയോഗിച്ചിട്ടുള്ള മോഡേൺ സൂചികൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ഫാഷൻ ഡിസൈനിങ് ലോകത്തേക്കുള്ള പുത്തൻ കാൽവെപ്പ് തന്നെയായിരുന്നു അത്. നമ്പർ 2, താക്കോൽ. ലോകത്ത് ആദ്യമായി താക്കോൽ കണ്ടുപിടിക്കുന്നത് 6000 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിലാണ്. അന്ന് മരം കൊണ്ടായിരുന്നു പൂട്ടുകൾ നിർമ്മിച്ചിരുന്നത്. മാത്രമല്ല, ഒരു ബ്രഷിൻ്റെതിനു സമാനമായ രൂപമായിരുന്നു താക്കോലിനുണ്ടായിരുന്നത്. പിൻകാലത്ത് റോമൻസ് അവരുടെ രഹസ്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന പെട്ടിക്ക് മെറ്റൽ കൊണ്ടുള്ള കീകളും നിർമ്മിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് താക്കോലിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കണ്ടല്ലോ. നമ്പർ 3, പിൻ. മുമ്പ് പറഞ്ഞതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ചരിത്രമാണ് പിന്നിനുള്ളത്. 1849 ലോകത്തെ ആദ്യത്തെ പിൻ കണ്ടുപിടിക്കപ്പെടുന്നത്. വാട്ടർ ഹണ്ട് എന്ന പേരുള്ള വ്യക്തി തന്റെ $15 വരുന്ന കടം എങ്ങനെ തീർക്കണമെന്നാലോചിച്ച് തന്റെ കയ്യിൽ കിട്ടിയ മെറ്റൽ വയർ വളച്ചുകൊണ്ടേയിരുന്നു. തന്റെ ചിന്തയിൽ നിന്നും പെട്ടെന്ന് ശ്രദ്ധ മാറിയ അദ്ദേഹം കൈകളിൽ കണ്ടത് പ്രത്യേക ആകൃതിയിലാക്കപ്പെട്ട മെറ്റൽ വയർ ആണ്. അദ്ദേഹം ആ ഷേപ്പിന് ഡ്രസ് പിൻ എന്ന് പേരു നൽകി. പിന്നിന്റെ അഗ്രഭാഗം കൊളുത്താനുള്ള ഒരു സംവിധാനവും അദ്ദേഹം ഡ്രസ് പിന്നിന് നൽകി. വിരലുകളെ പിന്നുകൊണ്ടുണ്ടാക്കുന്ന പരിക്കിൽ നിന്നും രക്ഷിക്കാനായിരുന്നു ഇത്. അങ്ങനെ ഡ്രസ് പിന്നിന് സേഫ്റ്റി പിൻ എന്ന പേരും ലഭിച്ചു. പിന്നിന്റെ പ്രാധാന്യം തിരിച്ചറിയാൻ കഴിയാതെ ഹണ്ട് തന്നെ ഈ കണ്ടുപിടുത്തം $400 WR ക്രേസ് എന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തിന് വിൽക്കുകയും ചെയ്തു. പുതിയ ചില മാറ്റങ്ങൾ വരുത്തി അദ്ദേഹം പിൻ രൂപകൽപ്പന ചെയ്യുകയും അതിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ ലാഭം ഉണ്ടാക്കുകയും ചെയ്തു. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാകും. തെറ്റുകൾ മനസ്സിലാക്കി തുടർന്ന് വരുന്ന വീഡിയോയിൽ തിരുത്താവുന്നതാണ്. ഞങ്ങളുടെ അപാകതകൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ആയാൽ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.